വയനാട്ടിൽ വനം വകുപ്പ് സ്ഥാപിച്ച റോപ്പ് ഫെൻസിംഗ് ഒരാഴ്ചക്കിടെ കാട്ടാന തകർത്തു. ഇത് രണ്ടാം തവണയാണ് വയനാട് പാൽവെളിച്ചത്ത് സ്ഥാപിച്ച ഫെൻസിംഗ് കാട്ടാന തകർക്കുന്നത്. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് കർഷകരുടെ പരാതി. പാൽവെളിച്ചം മുതൽ കൂടൽക്കടവ് വരെ വനാതിർത്തിയോട് ചേർന്ന് 3.5 കോടി രൂപ മുടക്കിയാണ് ഫെൻസിംഗ് നിർമ്മിച്ചത്. ഒരാഴ്ച മുൻപ് പ്രവൃത്തി പൂർത്തിയാക്കിയ റോപ്പ് ഫെൻസിംഗിന്റെ 12 മീറ്ററോളം ഭാഗം ഒരൊറ്റ രാത്രി കൊണ്ട് ആന തകർത്തിരുന്നു. തകർന്ന ഭാഗത്തൂടെ കൃഷിയിടത്തിൽ പ്രവേശിച്ച കാട്ടാന വലിയ നാശനഷ്ടമാണ് വരുത്തിയത്. വിവിധയിടങ്ങളിലെ കൃഷികൾ കാട്ടാന നശിപ്പിച്ചു. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് പദ്ധതിക്ക് നിർമ്മാണ അനുമതി ലഭിച്ചത്. റോപ്പ് ഫെൻസിംഗ് പൂർത്തിയായാൽ പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ നാട്ടുകാരുടെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിയാണ് ഒരാഴ്ചക്കിടെ 2 പ്രാവശ്യം ഫെൻസിംഗ് തകർത്ത് കാട്ടാന കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. കുറച്ചു കാലമായി വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് മറ്റ് പ്രക്ഷോഭങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഒരു പദ്ധതി രൂപീകരിച്ചത്. റെയിൽ ഫെൻസിംഗ് അത് മാറ്റി വീണ്ടും റോപ്പ് ഫെൻസിംഗ് ആക്കി ആ പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം പണി പൂർത്തിയാകുന്നവൻ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും ആന സുഗമമായിട്ട് അത് തകർത്ത് അകത്ത് തീർന്നു. അപ്പോൾ ഇത് പരീക്ഷിച്ച് വിജയിക്കാത്ത ഒരു പദ്ധതിയാണ് ഇതിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ പദ്ധതി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ആവിഷ്കരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യണം. കൂടാതെ അവരിൽ നിന്ന് ഇതിന് വലിയ നഷ്ടവും തിരിച്ചെടുക്കപ്പെടണമെന്നാണ് നമ്മുടെ ഈ കർഷകരുടെ ആവശ്യം. പിന്നെ ഫെൻസിങ്ങിൻ്റെ ഇതിൽ ആദ്യം മുതലേ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ചതായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ബാവലി മുതൽ കൂടൽക്കടവ് വരെ 10 കിലോമീറ്റർ റെയിൽ ഫെൻസിങ് ആയിരുന്നു ആദ്യം പറഞ്ഞത്. ഇത് പിന്നെ എന്തിൻ്റെ പേരിലാണോ അത് പിന്നെ 3 കിലോമീറ്ററോളം റോപ്പ് ഫെൻസിങ് ആണ് വന്നത്. അതും സാധാരണ ജനങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫെൻസിംഗിന്റെ 2 തൂണുകൾ ആന തകർത്തിരുന്നു. ഒരാഴ്ച മുൻപ് ഫെൻസിംഗ് കാട്ടാന തകർത്തപ്പോൾ അറ്റകുറ്റപ്പണി നടത്തി. എന്നാൽ ഇതേ ഭാഗം കഴിഞ്ഞ രാത്രിയിൽ വീണ്ടും തകർക്കുകയായിരുന്നു. പാൽവെളിച്ചം മുതൽ കൂടൽക്കടവ് വരെ 200-ലേറെ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ജനം, വയനാട്.